ഹലോ എവ്രി വൺ, വെൽക്കം ടു എച്ച് ട്യൂട്ടർ. വെറും 3 ട്രിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ 3 ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് 100% എക്സാംസിൽ വിജയിക്കാൻ സാധിക്കും. സോ ലെറ്റ് സി വാട്ട് ആർ ദേ. ദ ഫസ്റ്റ് വൺ, സ്റ്റഡി ഓൺലി 4 essays. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് ഈ സ്റ്റഡി ഓൺലി 4 essays? അതെ, ഞാൻ ഈ വീഡിയോ മെയിൻലി ബേസ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA BSc സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ഇൻറ്റേർണൽ എക്സാംസ് വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, ആർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ എസ്സേസ് ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഡിഗ്രി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ ഷോർട്ട് എസ്സേസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ്സേസ്, ഇത് 3 ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഷോർട്ട് ആൻസേഴ്സ്, ഒരു ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത് തന്നെ ഒരു 5-8 ഷോർട്ട് ആൻസേഴ്സ് ഒരു ചാപ്റ്ററിലുണ്ടായിരിക്കും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒരു 4-5 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എസ്സേസ് 1-2 ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് സംബന്ധിച്ച് വളരെയധികം എന്താ പറയുക, ഒരു ഭയങ്കര ബോറിസമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എളുപ്പം ഒരു മാർഗമുണ്ട്. അത് ഒരു എസ്സേ മാത്രം ഒരു ചാപ്റ്ററിൽ നിന്നും പഠിക്കുക. എങ്ങനെ പഠിക്കണം? നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു എസ്സേ വേണം പഠിക്കാനായിട്ട്. അതെങ്ങനെ പഠിക്കാം? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസുകളൊക്കെ തന്നെ ഇതുപോലത്തെയാണ്. എല്ലാ ഷോർട്ട് ആൻസേഴ്സും എല്ലാ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്ററിലും ആയിട്ടുള്ള ഒരു എസ്സേ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ സെക്കൻഡ് പോയിന്റ്. എന്താണ് സെക്കൻഡ് ടിപ്പ്? ഒരുവിധം സ്റ്റുഡൻസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണിത്. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒന്നും മനസ്സിലാക്കില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാകാതെ നമ്മൾ പരീക്ഷയ്ക്ക് ഇരിക്കും. എന്നിട്ട് നമ്മളാണെങ്കിൽ പഠിച്ച് വെള്ളം പോലെ പഠിച്ചു പോകും, പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തത് കൊണ്ട് അത് എഴുതാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് വരും, അവിടെ നമ്മൾ മാർക്ക് ലോസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും അർത്ഥം മനസ്സിലാക്കുക. ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ മാത്രമല്ല, പലപ്പോഴും മലയാളം സബ്ജക്റ്റിലും നമുക്ക്, അല്ലെങ്കിൽ വേറെ എല്ലാ സബ്ജക്റ്റിലും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ മലയാളം സബ്ജക്റ്റിലും ആ ഒരു പ്രശ്നമുണ്ട്. അവിടെ നമ്മുടെ മാർക്ക് ലോസ് ആവും. സോ ലെറ്റ് സ്റ്റഡി വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻസ്. ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾ ആൻസർ അല്ല പഠിക്കേണ്ടത്, ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ആൻസർ പഠിക്കാം. മൂന്നാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതിലോട്ട് പോകുന്നതിനെക്കാട്ടിലും മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ കേട്ട് പഴകിയ ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. പക്ഷേ ഓരോരുത്തർക്കും ടൈം മാനേജ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ടൈം മാനേജ്മെൻറ്റാണ് നമ്മളെ ശരിക്കും എക്സാം വിജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. എല്ലാം പഠിച്ചു പോയ കുട്ടികളായിരിക്കും, എല്ലാം വെള്ളം പോലെ കിട്ടും. പക്ഷേ ഡിഗ്രി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് സമയം കിട്ടിയില്ല പരീക്ഷ തീർക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താ? നമുക്ക് ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വീട്ടിൽ നിന്നും എക്സാമിനോട്ട് പോകുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ നമ്മൾ എക്സാമിനുള്ള ടൈം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത് തലേദിവസം നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എങ്ങനെയാണത്? നിങ്ങൾക്ക് ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം എത്ര മണിക്കൂറാണ് എക്സാമിന് വരിക, എത്ര ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും, എത്ര പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എത്ര എസ്സേസ് ഉണ്ടായിരിക്കും. ഓരോ കുട്ടിയുടെയും സമയം ഓരോ കുട്ടിക്കാണ് അത് നിശ്ചയിക്കാൻ സാധിക്കുക. കാരണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്പീഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. 1 മാർക്കിന് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് സെറ്റ് ചെയ്യുക. 3 മണിക്കൂറാണ് എക്സാമിനെന്ന് വെച്ചാൽ 3 മണിക്കൂറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഈ ടൈം സെറ്റ് ചെയ്യാനായിട്ട്. നിർബന്ധമായും വാച്ച് കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുക. നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ സമയം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയം നിങ്ങൾ എപ്പോഴും വാച്ചിൽ നോക്കിക്കൊണ്ട് വേണം എക്സാം എഴുതാനായിട്ട്.
എന്ന് വെച്ചാൽ കറക്കുറാന്ന് തന്നെ എഴുതാനല്ല, വൃത്തിക്ക് എഴുതുക. വൃത്തിയിൽ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. 100% നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗുഡ് ലക്ക്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ എസ്സേസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്സേയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.